തിരുവനന്തപുരത്തെ മഴക്കെടുതി നേരിടാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ PWD ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അവധിയിൽ പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേലാറന്നൂരിൽ വീടിനുള്ളിൽ കുടുങ്ങിയ വയോധികയെ രക്ഷപ്പെടുത്തി. വേളി കുഴി മുറിച്ചു. ആക്കുളത്ത് റോഡിൽ വെള്ളം കെട്ടിനിന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇവിടെ എപ്പോഴും ഉള്ള സംഭവമാണ്. മഴ വെള്ളം കെട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചാണ്ടുകാർ വരും, നോക്കിയിട്ടങ്ങ് പോകും. പിന്നെ അതിന് ഒരിതും ആരും ചെയ്യാറില്ല. ഓളം ചെയ്യുന്നതിന് മുമ്പ് ഇത് തന്നെ വെള്ളം. പക്ഷേ അന്ന് ഇതുപോലെ മെയിൻ റോഡിൽ വെള്ളം കെട്ടുമായിരുന്നു. അത് മെയിൻ റോഡിൽ ഇപ്പോൾ വെള്ളമില്ല. ഇപ്പോൾ ചെറിയ താഴ്ന്ന പ്രദേശങ്ങളിൽ മൊത്തം വെള്ളമുണ്ട്. ബുദ്ധിമുട്ടുള്ളത് വെള്ളത്തിൽ കൂടി നീന്തിയല്ലേ വരാം. ഈ പരിസരവാസികളും മൊത്തം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നവരും ഈ വെള്ളത്തിൽ കൂടി നീന്തി തന്നെ പോകണം. അല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ബുദ്ധിമുട്ടേ ഉള്ളൂ. മുട്ടടം വെള്ളത്തിലൊക്കെ ഈ സ്ത്രീകളൊക്കെ നടന്നു പോകണ്ടേ. അധികൃതർ വന്ന് തിരിഞ്ഞ് നോക്കണ്ടേ. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, മരമൊന്നും ഒഴിഞ്ഞു വീണിട്ടില്ല. അങ്ങനെ വല്ല സംഭവിച്ചാൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇടപെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും.